ഹായ് ഫ്രണ്ട്സ്, സുഖമല്ലേ? അങ്ങനെ ഇരുന്നപ്പം ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിലവർക്കൊരു സ്വഭാവമുണ്ട്, ഈ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവറിൻ്റെ പുറകിൽ ATM കാർഡ്, പൈസ വെക്കും. ചിലർ പല കുറേ കാര്യം വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോണിൻ്റെ പുറകിൽ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് വെച്ച സ്ഥലം മറന്നു പോകും. അത് മിക്കവരുടെയും ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ പുറകിൽ ഈ ഉപയോഗിക്കാത്തൊരു സിമ്മ്, കുറേ നാളായിട്ടൊരു ഒന്ന് രണ്ട് മാസമായിട്ട് ഉപയോഗിക്കാത്തൊരു സിമ്മ് ഞാനെടുത്ത് ഫോണിൻ്റെ ബാക്ക് കവറിൻ്റെ പുറകിൽ വെച്ചു. പക്ഷേ പെട്ടെന്നൊരു ദിവസം അത് കാണാതെ പോയി. ഇന്നലെ ഇന്നലെ വൈകിട്ട് ഞാനൊന്ന് കിടക്കുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് ഫോൺ തിരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പുറകിൽ സിമ്മില്ല. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് ബ്ലോക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ച സിമ്മൊന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് കടയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ പനി അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അത് കാരണം ഞാനിത് എങ്ങനെ ഓൺലൈൻ ബ്ലോക്ക് ചെയ്യാമെന്ന് തപ്പിയപ്പോഴാണ് സഞ്ചാർ സാത്തി സാത്തി എന്ന് പറയുന്ന പോർട്ടൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലാണ് കേട്ടോ. ഇതിൽ TAFCOP ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൊടുത്തു കഴിഞ്ഞ് വാലിഡേറ്റ് ക്യാപ്ച കൊടുക്കുമ്പോൾ ഒരു OTP വരും. OTP അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഇതൊന്നുമില്ല. അപ്പോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് മാസ്ക് ചെയ്യാൻ എനിക്കറിയത്തുമില്ല. ഞാൻ ഈ വീഡിയോ ഇടുന്നത് മുഴുവൻ ഒറ്റ സ്ട്രെച്ചിലെടുക്കുന്ന വീഡിയോ, എഡിറ്റഡേ അല്ല. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. കുറേ ശ്രമിച്ചു നോക്കി, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഈ ക്യാപ്ച കൊടുത്ത് വാലിഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും OTP വരും. OTP കൊടുത്ത് ലോഗിൻ ചെയ്താൽ നമ്മുടെ പ്രൈമറി നമ്പർ കൊടുത്തിട്ട് വേണം, മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വേണം ഇതിൽ ലോഗിൻ ചെയ്യാൻ. കാരണം നമ്മൾ ഏത് സിം എടുക്കുമ്പോഴും നമ്മളൊരു എന്താ പറയുക, അഡീഷണൽ ഫോൺ നമ്പർ കൊടുക്കും. ആ ഫോൺ നമ്പർ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. അത് വെച്ച് ലോഗിൻ ചെയ്താൽ അതിൽ ലിങ്കായിട്ടുള്ള എത്ര ഫോൺ നമ്പർ ഉണ്ടോ അത്രയും ഫോൺ നമ്പർ കാണിക്കും. ഞാൻ ഒരു നമ്പർ കളയാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ എൻ്റെ ഇതിൽ 5 നമ്പർ കിടപ്പുണ്ടായിരുന്നു. ഒരെണ്ണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്പർ തന്നെ, അത് കൂടാണ്ട് ഒരു 4 നമ്പറോടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇത് ഏത് നമ്പറാണ്. ആ 4 നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, അതിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് ആദ്യമേ വന്ന OTP ആണ്. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആദ്യമേ ഞാൻ 4 നമ്പറാണ് ബ്ലോക്ക് ചെയ്യാൻ കൊടുത്തത്. 4 നമ്പറെ ബ്ലോക്ക് ചെയ്തപ്പോഴത്തേക്കിനും 2 നമ്പറെ ബ്ലോക്ക് ആയുള്ളൂ ആദ്യം. അതിൻ്റെയാണ് ഈ വന്നേക്കുന്ന റെഫറൻസ് ID. അത് കഴിയുമ്പോഴത്തേനും രണ്ടാമത് ഞാൻ വീണ്ടും രണ്ടാമത്തെ ഒന്നോട്ട് ഇട്ടപ്പോൾ വീണ്ടും വന്നു റെഫറൻസ് ID. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ അറിയാണ്ട് ഏതെങ്കിലും നമ്പറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ട്, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൈറ്റാണ്. മിനിസ്ട്രിയുടെയാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിട്ട് ആവശ്യമില്ലാത്ത നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് കളയുക. ഇപ്പോൾ വളരെ നല്ലതാണ് അത്. കാര്യം നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയമല്ലേ. വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊരു റിസ്ക് എടുക്കുന്നു? താല്പര്യമുള്ളവർ ഒന്ന് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.